വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് ഒരു അടിപൊളി വ്ളോഗാണ്. എന്താ പറയ്? ഹായ്. നമ്മ എങ്ങോട്ടാ പോണേ? എവിടെയാണ്? നമ്മളെ നാട്ടിൽ പോവാണ്. അപ്പോ നാട്ടിൽ പോവാണ് ഗൈസ്. അപ്പൊ നമ്മളെ പ്രൊസീജിയേഴ്സ്, നമ്മളെ സെക്യൂരിറ്റി ചെക്കിന് നമ്മളിങ്ങനെ ബോർഡ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നമ്മൾ എക്സൈറ്റഡ് അല്ലേ പ്ലെയിനിൽ കയറാൻ വേണ്ടിയിട്ട്? നമ്മുടെ ഒരു ബിഗ് പ്ലെയിൻ കണ്ടില്ലേ? അത് പിടിക്കുക ആന്തരികനെ കൊണ്ടേ കാട്ടി കൊടുക്കും. അങ്ങനെ പിടിച്ചോ, അങ്ങനെ പിടിച്ചോ. ശരിക്കും പിടിക്കുക, ശരിക്കും പിടിക്കുക. ഗായ്സ്, നമ്പറാണ് ഇപ്പോൾ പ്ലെയിൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നമ്പറിൻ്റെ കയ്യിലാണ് ക്യാമറ, മൈക്ക് എൻ്റെ കയ്യിലാണ്. പക്ഷേ ഓളവിടെ ഇവിടെ ഒരു വലിയ എമിറേറ്റ്സിൻ്റെ ഇവിടെ ഒരു എമിറേറ്റ്സിൻ്റെ വലിയൊരു ഡബിൾ ഡെക്കർ കിടക്കുന്നുണ്ട്. അപ്പോൾ ഓളത് ക്യാമറ വാങ്ങിക്കൊണ്ടേങ്ങാണ്ട് കാണിച്ചു തരാം. പക്ഷെ മൈക്ക് എൻ്റെ അടുത്താണ് സംഭവം. കാണിച്ചു കൊടുത്തില്ലേ? കം കം ഗൈസ്, ഇതാണ് നമ്മളെ എമിറേറ്റ്സിൻ്റെ ഡബിൾ ഡെക്കർ. ഇല്ല, ഞാൻ പറഞ്ഞാലേ കേക്കുള്ളൂ, മൈക്ക് എൻ്റെ അടുത്താ. സോ ഇപ്പോൾ നിങ്ങൾ കാണുന്നത്, ഇപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എമിറേറ്റ്സിൻ്റെ ഒരു വലിയ ഡബിൾ ഡെക്കർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്താണ്. അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ ഗായ്സ്. അപ്പോൾ ഗായ്സ് നമുക്ക് ബോർഡിങ്ങിന് ടൈം ആയിക്കണേ. അപ്പോൾ നമ്മൾ ബോർഡിങ് ഗേറ്റോട്ട് പോവാണ്. നമുക്ക് ഫുൾ വിശേഷങ്ങൾ ഒരുപാട് കാണാം. നമുക്ക് മസ്കത്തിൽ ഫ്ലൈറ്റിലെ ഫുഡും കാര്യങ്ങളും ചെറി പാക്ക് ചെയ്ത് കൊടുക്കുന്നതാണ്. നമ്മൾ മസ്കത്തിൽ ലേബർ ഉണ്ട്. അങ്ങനെ നമ്മൾ പിന്നെ രാത്രി 8 മണിക്കാണ് കാലിക്കറ്റിൽ ലാൻഡ് ചെയ്യുക. അപ്പോൾ ഏതായാലും ഇപ്പോൾ ബോർഡിങ്ങിന് വിളിച്ചിരിക്കണേ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ കാണാം. ബൈ. അപ്പോൾ ഗൈസ്, നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ D4 വെച്ചിട്ട് D4 വന്നിരുന്നു. പിന്നെയാണ് ഗേറ്റ് കാണിച്ചത് D20 ആണ്. അപ്പോൾ ഇനി ഒരുപാട് നടക്കാണ്ട്. അപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അമറ എങ്ങോട്ടാ പോണേ? എവിടേക്കാ പോണേ? അപ്പോൾ ഇവിടെ കുറേ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളൊക്കെ ഉണ്ട്. പക്ഷെ കത്തി റേറ്റാണ്. ജസ്റ്റ് ചോക്ലേറ്റ് ഷോപ്പിലൊക്കെ കയറി നോക്കി. ഇവിടെ ഇതാ ഒരുപാട് ഷോപ്പുകളുണ്ട്. ഡ്യൂട്ടി ഫ്രീൻ്റെ വിൻറ്റേജ് ഷോപ്പുകളാണ് തോന്നുന്നുണ്ട്. വിൻറ്റേജ് കളക്ഷൻസ് പോലെ. അമറ സ്ലോ ഗൈസ്, നമ്മൾ 1-2 ഏരിയയിൽ ആ ഏരിയയിൽ നിന്ന് ഇനി മറ്റേ അറ്റത്തോട്ട് എത്തണം. അപ്പോൾ ലിറ്ററലി ഓടാണ്. ബോർഡിങ്ങിന് 5 മിനിറ്റ്സും കൂടി ഉള്ളൂ. സോ ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. നമ്ര, ആർ യു എക്സൈറ്റഡ് ഗൈസ്? അപ്പോൾ നമ്മളെ ഗേറ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ ബോർഡിങ് തുടങ്ങിയിട്ടില്ല. അപ്പോൾ നമുക്ക് വെയിറ്റിംഗ് ഏരിയയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, ബോർഡിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഞാനും നമ്മോ അല്ലേ? നമ്ര വെയിറ്റ് ചെയ്തിരിക്കല്ലേ? 9:50 വിളിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഏകദേശം 10 ആവാനായി. ഇപ്പോൾ വിളിക്കേക്കാരം. നമ്മളിപ്പോൾ എവിടെയാണ്? പ്ലെയിനില്ല. അപ്പോൾ ഗൈസ്, നമ്മൾ ബോർഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലൈറ്റിലാണ്. അപ്പോൾ നമ്മൾ ബോർഡിങ്ങിന് ടേക്ക് ഓഫിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമ്മൾ എക്സൈറ്റഡ് അല്ലേ? അപ്പോൾ ഇനി മസ്കറ്റിൽ ഒരു 1 hourലെത്തും. അവിടെ ലേ ഓവർ ഉണ്ട്. സോ ലെറ്റ്സ് സീ ഗൈസ്. ഫ്ലൈറ്റിൽ എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റം ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അല്ലല്ലോ, വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. എന്താ അപ്പോൾ ഓള് ഇതിൽ എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഓളത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്പറ ഗൈസ്, നമ്മൾ പ്ലെയിന് ബോർഡ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ ഇനി മസ്കത്തിൽ വെച്ച് കാണാം. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അറിയിക്കാം. ഓക്കെ സ്നാക്ക് കഴിക്കാമല്ലോ. അപ്പോൾ ഗൈസ് കാണാം. അപ്പോൾ ഒമാൻ നമുക്കൊരു നല്ല ഫ്രൂട്ട് ജ്യൂസ് ആട്ടാ. ടോപ്പ് വാട്ടർ ഉണ്ട്. വാട്ടറൊക്കെ ഇത് എന്തിനാണ് എനിക്ക് ഒന്നും മനസ്സിലായില്ല. 100 ml പോലും ഇല്ല. നിങ്ങളൊക്കെ ചിക്കൻ വാങ്ങിയാൽ ഞാൻ വെജ് ആക്കി. സോ ഗൈസ് നമ്മൾ മസ്കറ്റ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആൾക്കാർ എന്തൊക്കെ ഡ്യൂട്ടി ഫ്രീന്ന് വാങ്ങാൻ നോക്കി നോക്കാം. നമ്പറ എന്താ ഡ്യൂട്ടി ഫ്രീ അല്ല ആക്ച്വലി. നമ്മൾ ഡ്യൂട്ടി ഫ്രീ അവിടെ ഉണ്ട്. അവിടെ നമ്മൾ ഇതേപോലെ കുറച്ച് എന്തെങ്കിലും സ്നാക്സും പ്ലെയിനിൽ ഫുഡ് ഉണ്ടായിരുന്നു. എന്നാലും കുറച്ച് ഒമാൻ ചിപ്സിൻ്റെ വരാം. ഒമാൻ ചിപ്സിൻ്റെ നാട്ടിൽ വന്നിട്ട് ഒമാൻ ചിപ്സ് കഴിക്കാതെ പോകാൻ മോശമല്ല. അപ്പോൾ കുറച്ച് ഒമാൻ ചിപ്സും സോള ചിപ്സൊക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് 2 മണിക്കൂറോ 2.5 മണിക്കൂർ ലേ ഓവർ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒമാൻ മസ്കറ്റ് എയർപോർട്ടിൽ ഇരിക്കുകയാണ്. പ്ലെയിന് വെയിറ്റ് ചെയ്തിരിക്കുക. ഇവിടെ ഭയങ്കര ചിപ്സ് തീറ്റയാണ്. നമ്പർ എന്താ പറയാനുള്ളത്? അപ്പോൾ ഇവിടെ ഒരു 2.5 മണിക്കൂറുണ്ടല്ലോ ലേ ഓവർ ഉണ്ട്. അപ്പോൾ നമ്മൾ പ്ലെയിനിക്ക് വെയിറ്റ് ചെയ്യല്ലേ. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ പ്ലെയിനിൽ കയറിയിട്ട് നമ്പർ ഉറങ്ങി. കാരണം സാൻഡ്വിച്ചാ ഇന്ന് രാവിലെ നേരത്തെ നീച്ചിക്കണം. അതിന് ക്ഷീണമുണ്ട്. ഓള് ഫുഡ് കഴിച്ചിട്ടൊന്നുമില്ല. ഓളെ ഫുഡ് നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ചെറിയൊരു സ്നാക്കൊക്കെ കഴിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ കാണാം അല്ലേ. അപ്പോൾ നമ്മളങ്ങനെ മസ്കത്തിൽ നിന്ന് ഫ്ലൈറ്റ് കയറാണ്. പക്ഷേ ദുബായിൽ നിന്ന് മസ്കത്തേക്കും മസ്കത്തിൽ നിന്ന് കാലിക്കറ്റേക്കുള്ള ഫ്ലൈറ്റ് തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞുതരാം. ഫസ്റ്റ് എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റം, പിന്നെ ബിസിനസ്. നമ്മൾ നേരത്തെ ദുബായ് ടു മസ്കറ്റ് വന്ന ഫ്ലൈറ്റിൽ ബിസിനസ് ക്ലാസ് ഇല്ല. അപ്പോൾ ഈ കാലിക്കറ്റേക്കുള്ള ഫ്ലൈറ്റിൽ ബിസിനസ് ക്ലാസ് ഇല്ല. അപ്പോൾ ഒരു കാലിക്കറ്റേക്കൊന്നും ആരും ബിസിനസ് ക്ലാസ് എടുക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ടേ കാര്യം ബിസിനസ് ക്ലാസ് ഇല്ലാത്ത. കഴിഞ്ഞ ഫ്ലൈറ്റിൽ നമുക്ക് ചിക്കൻ സാൻഡ്വിച്ചും കേക്കും ജ്യൂസും ആട്ടിരുന്നു. അപ്പോൾ നമുക്ക് ഇനി ഇപ്പോൾ ഈ കാലിക്കറ്റുള്ള ഫ്ലൈറ്റിൽ എന്താ ഫുഡ് നോക്കാം. ഓക്കെ അല്ല കുഴപ്പമൊന്നുമില്ല. എന്റർടൈൻമെന്റ് സിസ്റ്റം ഇല്ല. ബിസിനസ് ക്ലാസ് ഇല്ല. പിന്നെ അതേപോലെ ബിസിനസ് ക്ലാസ് ഇല്ല. വെറുതെ തള്ളട് ഗൈസ്. ഇനി ഫുഡൊക്കെ ഒന്ന് കഴിച്ചിട്ട് ഇനി എന്താ ഫുഡൊക്കെ ഒന്ന് കഴിച്ചിട്ടാണ് ഉറങ്ങാനേ. ഫ്ലൈറ്റ് കയറി മസ്കത്തിൽ നമുക്ക് ഏകദേശം കുറച്ച് സമയം ഉണ്ടായിരുന്നു. ഡേ ഓവർ ഏകദേശം 2.5 മണിക്കൂർ 3 മണിക്കൂർ അടുത്ത്. 12:30 ലാൻഡ് ചെയ്തത്. നമ്മൾ പ്ലെയിൻ കഴിഞ്ഞപ്പോൾ 12:30. പിന്നെ ഒന്ന് ജസ്റ്റ് വാഷായി 2:10 ബോർഡിങ് തുടങ്ങി. 3:10 ഫ്ലൈറ്റ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. നമ്പറ നോക്കട്ടെ. ഹായ് ഗൈസ്. അപ്പോൾ നമ്മളാണ് വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോറി ഒമാൻ്റെ വ്ലോഗ് നമ്പറാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പറഞ്ഞു
ഒന്നിക്കൊണ്ട് മൂടിയിരുന്നു പ്ലെയിൻക്ക്. എന്തൊക്കെയുണ്ട് പ്ലെയിനിൽ പുറത്ത് കാട്ടി കൊടുത്തങ്ങനെ? ഒരു ഇതുണ്ട് പോവും ഇപ്പൊ പോവും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഉറങ്ങണൊരാള് അവരുടെ വിചാരം ഞാൻ 10 മണിക്കൂർ ഉറങ്ങിയാണ്. ആരാ ഉറങ്ങാണ്ടാറിന്? ഫുഡ് ഇതാണ് സീന്. ഫുഡ് വരുന്നവരെ ഉറങ്ങുക. ഫുഡ് വരുമ്പോൾ എന്നെ വിളിക്കാൻ പറയും. ഞാൻ പറയും ഞാൻ വിളിക്കൂല, ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് നിന്നു. പിന്നെന്താ, നാട്ടിൽ കാണാം. ഓക്കെ, ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് നമ്മൾ നാട്ടിൽ. ഇൻഷാ അല്ലാ. പിന്നെ ആകെ ടയർഡായി ഉറങ്ങിപ്പോയി. പിന്നെ വീഡിയോ എടുത്തില്ല. നമ്മൾ ലാൻഡൊക്കെ ചെയ്തു, വീട്ടിൽ പോയി. അപ്പോൾ ഇനിയുള്ള വീഡിയോസ്, നാട്ടിലുള്ള വീഡിയോസൊക്കെ വരുന്നതാണ്. അപ്പോൾ അതുവരെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.